തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം ആദ്യ ഞായറാഴ്ച ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ സ്ഥാനാർത്ഥികൾ കുടുംബ സംഗമങ്ങളിലും മേഖലാ കൺവെൻഷനുകളിലും ആരാധനാലയങ്ങളിലും പ്രചാരണത്തിന് ഇറങ്ങി. ആറ്റിങ്ങൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ജോയ് ഇന്ന് മണ്ഡലത്തിലെ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചരണം. വാത്തിയിൽ നിന്ന് ആരംഭിച്ച പ്രചരണം വൈകിട്ട് ഞാറക്കേലിയിൽ സമാപിക്കും. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഇന്ന് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തു. കാട്ടാക്കടയിലാണ് NDA സ്ഥാനാർത്ഥി ബി മുരളീധരന്റെ ഇന്നത്തെ പ്രചരണം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് മണ്ഡലത്തിലെ ടൗൺ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തി. CAA നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ നിലപാടെടുത്ത് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന കേരളത്തിലെ ഇടത് സർക്കാരിനെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നും അത് പ്രചരണ രംഗത്ത് ദൃശ്യമാണെന്നും തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. CAA വന്നപ്പം ഈ നാട്ടിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ മനസ്സിലുള്ള ഭീതി അതൊരു നിസ്സാര കാര്യമല്ല. അവർക്ക് ആകെപ്പാടെ ഒരു കരുത്തെന്താ? കേരളത്തിലെ ലെഫ്റ്റാ. കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിലും പോകുന്നത്. വൈകിട്ട് നടക്കുന്ന മണ്ഡലം കൺവെൻഷനുകളിലും പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി ശശി തരൂർ മണ്ഡലത്തിലെ ദേവാലയങ്ങൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കും. NDA സ്ഥാനാർത്ഥി നെയ്യാറ്റിങ്കര, പൊഴിയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തി. അതേസമയം കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. മുകേഷ് 6 കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കും. കുണ്ട്ര, ചേരിക്കോണത്തും തൈക്കാവിലും കുടുംബ സംഗമങ്ങളിൽ രാവിലെ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. അതേസമയം കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കും. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി പത്തനംതിട്ടയിലെ പ്രമുഖ വ്യക്തികളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊല്ലം.